വെള്ള കളറിലെ ഒരു കണ്ടെയ്നർ ഇവിടെ ചെറിയ അഴീക്കൽ അടിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്ഥലനിവാസികളോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇതിന്റെ തൊട്ടടുത്തുള്ള ഇതിന്റെ കണ്ടന്റ്സ് വെരിഫൈ ചെയ്യാനുള്ള ടീം എത്തുന്ന മുറയ്ക്ക് അതിന്റെ ഡോറ് ഓപ്പൺ ആയിട്ടുള്ള നിലയിലാണ്. അപ്പം അതിലുള്ളത് മുഴുവൻ പോയിട്ടുണ്ടോ, അകത്ത് കുറച്ചെങ്കിലും സാധനങ്ങളുണ്ടോ ഇല്ലെന്ന് അത് ഇപ്പൊ വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. 60 മീറ്റർ ഡിസ്റ്റൻസിലാണ്. എല്ലാ ടീംസും ഉണ്ട്. പോലീസുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, ഡിസാസ്റ്റർ അതോറിറ്റീസ് ഉണ്ട്, കളക്ടേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിന്റെ ഈ ഹസാർഡിന്റെ അസസ്മെന്റ് ചെയ്യുന്ന ടീം എത്തുന്ന മുറയ്ക്ക് അത് ഫർദർ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഹൈ ടൈഡ് വന്നാൽ അതിൽ ഫ്ലോ ആയി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സെക്യൂർ ചെയ്യാൻ മാത്രം അത് നമുക്ക് റിസ്ക് എടുക്കാനുള്ള അങ്ങനത്തെ എക്സ്പെർട്ടീസ് ഒന്നും ഇല്ല. ഇതിനെ സെക്യൂർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ ഫർദർ. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ നൽകിയത്. അവിടെയുള്ള ആളുകൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അവിടേക്ക് എത്തരുത് എന്നുള്ള തരത്തിൽ. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്താനുള്ളൊരു സ്ഥിതി നിലവിൽ അത്തരത്തിലൊരു അവസ്ഥയില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിക്കുന്നുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ ഡോറുകളൊക്കെ തുറന്ന നിലയിലാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ, അതോ അവിടെ ഒഴുകി പരന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തെങ്കിലും ഈ ഒഴുക്കിൽപ്പെട്ട് മാറിയിട്ടുണ്ടോ, അതൊക്കെ ഇനി പരിശോധനയിലൂടെ അറിയേണ്ടതാണ്. ഏതായാലും നിലവിൽ ആ കണ്ടെയ്നർ തീരത്ത് എത്തുമ്പോൾ അതിൻ്റെ ഡോറൊക്കെ തുറന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിനുള്ളിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ ഈ കടലിൽ പതിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നേക്കും.